10 മണിക്കാണ് ബസ്, 9:30 റെഡിയാവാൻ തുടങ്ങി. അപ്പോൾ അരമണിക്കൂറേ എനിക്കുള്ളൂ. അതുകൊണ്ട് വേഗം വേഗം എല്ലാം നടക്കണം. ഈ ഡ്രസ്സാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് ഇടുന്ന എല്ലാവരും ചോദിച്ചു, ഇത് സ്റ്റുഡിയോന്ന് മേടിച്ചത്. സ്റ്റുഡിയോയിൽ ഇപ്പോൾ ട്രെൻഡിങ്ങും തോന്നി ഡ്രസ്സ്, നിങ്ങൾ മേടിച്ച് നോക്കൂ. എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിട്ടാണ്, പക്ഷെ മേഘ പറഞ്ഞു നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ മോയ്സ്ചറൈസർ വെച്ച് തുടങ്ങാം. ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് എല്ലാം മുമ്പ് തന്നെ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മോയ്സ്ചറൈസർ എടുത്തത് കുറച്ച് കൂടിപ്പോയോ, ബ്ലെൻഡ് ആവാൻ നല്ല സമയം എടുത്തത്. ഇപ്പോൾ പക്ഷെ ബ്ലെൻഡ് ആക്കിയല്ലേ പറ്റും, ഒരു ഓയിലി ഫിലിം പോലെ നിൽക്കുന്നു. സാധാരണ നല്ല അബ്സോർബ് ആവുന്ന മോയ്സ്ചറൈസർ ആണിത്. പിന്നെ സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകുന്ന കാര്യം ഇപ്പോൾ ചിന്തിക്കാൻ കഴിയും. അത്ര വെയിൽ ഉച്ചക്കെല്ലാം, രാത്രി നല്ല മഴ. ഇതെന്താ ഇങ്ങനെ 3 ഫിംഗർ റൂൾ വെച്ചിട്ടാണ് അപ്ലൈ ആക്കുന്നത്? അതെന്തേന്ന് ചോദിക്കേണ്ട, അതെനിക്കറിയില്ല. പണ്ട് മുതലേ സൺസ്ക്രീൻ എല്ലാവരും 3 ഫിംഗർ 2 ഫിംഗർ റൂൾ വെച്ചിട്ടാണ് അപ്ലൈ ആക്കുന്നത്. അത് ഞാനും ഫോളോ ആക്കുന്നത്. അതിലെന്തെങ്കിലും റീസൺസ് ഉണ്ടാവും സയൻറ്റിഫിക്കായിട്ട്, അതെനിക്കറിയില്ല. പിന്നെ ഞാൻ എന്തിട്ടാലും എൻ്റെ മുഖത്ത് ഓയിലി സ്കിൻ ആയതുകൊണ്ട് അത് ഓയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ വേണ്ടി ഞാൻ ടാൽക്കും പൗഡർ ഇടുന്നുണ്ട്, ഒരു മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട്. കുട്ടിക്കുറേൻ്റെ പൗഡർ. അപ്പോൾ പൗഡർ ഇടുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടെന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, പൗഡർ ഇടുന്നത് വെളുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ യൂസ് ചെയ്ത പ്രൊഡക്ട്സ് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് പൗഡർ ഇടുന്നത്. ആ ടാൽക്കും പൗഡർ ഇടാം, കോമ്പാക്ട് പൗഡർ ഇടാം, അത് നമ്മളെ ഇഷ്ടം. പിന്നെ ക്യാമറ നോക്കിയിട്ട് ഐലൈനർ എഴുതുന്നത് അതൊരു ആർട്ടാണ്. ഞാൻ ഇന്നൊരു ആർട്ടിസ്റ്റും കൂടിയായി. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. അപ്പോൾ ഒരു വിങ്ഡ് ഐലൈനർ തന്നെ വന്നിനി. പക്ഷേ ഈ ഒരു ഡ്രസ്സിന് ഇത്ര ആഡംബരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇത് മായ്ക്കാൻ നിന്നാൽ അപ്പുറത്തെ മായ്ക്കണം ഇപ്പുറത്തെ മായ്ക്കണം, അതായത് കുളമാവും. എനിക്ക് സമയമില്ല, 10 മണിക്ക് ബസ്സിന് പോകണ്ടേ. പിന്നെ ലിപ്സ്റ്റിക്ക് ഇട്ടു. ലിപ്സ്റ്റിക്ക് ഇതെൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്. അതല്ല ഞാൻ പറഞ്ഞതാണ് മുമ്പ് തന്നെ. ഇത്രയും കഴിഞ്ഞിട്ട് ഏടക്ക് പോകുന്നതെന്ന് ചോദിക്കണ്ട, കാസർഗോഡാണ് പോകുന്നത്. പിന്നെ ഈ തിരക്കിൽ പെർഫ്യൂമും ഇട്ട് ഞാൻ കുറച്ച് കൂടുതലും ഇട്ടു, മണക്കിട്ടെന്നെല്ലാം പറഞ്ഞിട്ട്. ഇട്ട മെറ്റീരിയൽ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടാണ് ഈ മെറ്റീരിയൽ ഇങ്ങനെ സ്റ്റെയിനിൽ കാണുമെന്ന്. പണി കിട്ടിയത് മനസ്സിലായി. പക്ഷെ അത് അബ്സോർബ് ആവുമെന്ന് തോന്നുന്നു. ആ ഒരു തോന്നലിൽ ഞാൻ മുടിയും കെട്ടി സെറ്റാക്കി. ഇതെല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ സൈഡിൽ എൻ്റെ അനിയത്തി നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നെ, നീ എന്താക്കുന്നത്, എത്ര സമയമായി തുടങ്ങിയിട്ട്. ഓക്കെ പിന്നെ ഒരു 5 മിനിറ്റ് മതി, എനിക്ക് അരമണിക്കൂർ വേണം, കാരണം അത്ര ഞാൻ ചെയ്തില്ലേ ഇപ്പോൾ ഇത്ര സമയമായിട്ടു. ഓളെ ബൈക്കിലാന്ന് ഞാൻ കുറച്ചും കൂടി സ്പീഡാക്കിയത്. പക്ഷേ ബസ്സിന് പങ്ക്ച്വാലിറ്റി ഉണ്ടായിട്ടാണ്. 10 മണിക്കുള്ള ബസ് വന്നത് 10:05 ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് റെഡി ആയിട്ട്. എൻ്റെ ബസ് കിട്ടീന് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.